ഗണപതി ഭഗവാന് പൂജയ്ക്ക് തുളസിയില എടുക്കില്ല എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ പൂജിക്കാൻ തുളസിയില എടുക്കാത്തത്? ഈ വരുന്നത് തുളസിയാണേ. ധർമ്മരാജാവെന്ന രാജാവിൻ്റെ മകളാണ്. അപ്പോൾ ഒരിക്കൽ നമ്മുടെ ഗണപതി ഭഗവാനെ, പാർവതീപുത്രനായ ഗണപതി ഭഗവാൻ ഗംഗാതീരത്ത് അതികഠിനമായ തപസ്സനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ചന്ദനം പൂശിയ ശരീരവും രത്നങ്ങൾ പതിച്ച മാലകളും പ്രഭ ചൊരിയുന്ന മുഖവുമായിട്ടായിരുന്നു ഗണപതി ഭഗവാൻ അവിടെ അതിസുന്ദരനായിട്ട് തന്നെ കാണപ്പെട്ടത്. അപ്പോൾ ഈ സൗന്ദര്യം നമ്മളുടെ തുളസിയെ ആകർഷിച്ചു. അപ്പോൾ തുളസി ആ സമയത്ത് അവിടെ എത്തിയപ്പോൾ, ധർമ്മരാജാവിൻ്റെ മകളാണ്, അവിടെ എത്തിയ നമ്മുടെ ഭഗവാനെ കണ്ടപ്പോൾ ഒരു ഇഷ്ടം അതിഭയങ്കരമായിട്ട് തോന്നി. അപ്പോൾ ഭഗവാനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞു. തൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ നിത്യബ്രഹ്മചാരിയായിട്ട് കഴിയാനാണ് ആഗ്രഹിക്കുന്നത്, എനിക്ക് വിവാഹത്തിനോട് താല്പര്യമില്ല എന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മളെ തുളസിക്ക് ദേഷ്യമായി. തുളസി പ്രകോപിതയായിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾ നാളെ വിവാഹം കഴിക്കുക തന്നെ ചെയ്യുമെന്നും പറഞ്ഞ് ഭഗവാനെ അങ്ങ് ശപിച്ചു. അതേപോലെ തന്നെ നമ്മുടെ ഗണപതി ഭഗവാനും തിരിച്ചും തുളസിയെ ശപിച്ചു. തുളസിയോട് പറഞ്ഞു, എന്താണെന്നറിയാമോ, നീ നാളെ തീർച്ചയായിട്ടും ഭൂമിയിൽ ഒരു സസ്യമായി തന്നെ നീ ജനിക്കാനിടയാകുന്നതാണ് എന്ന്. അത് മാത്രമല്ല, വിവാഹം ദുഃഖത്തിന് കാരണമാകുന്ന ഒന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നമ്മുടെ ഭഗവാൻ അത് നിരസിച്ചത്. അപ്പോൾ ജലന്ധരൻ എന്ന അസുരൻ്റെ പത്നിയായിട്ടാണ് പിന്നീട് തുളസി മാറുന്നത്. അങ്ങനെ തുളസി ജലന്ധരനോടൊപ്പം ജീവിച്ചു. പിന്നീട് തുളസിയുടെ ആ ജന്മം പൂർത്തീകരിച്ചു. പിന്നീട് അടുത്ത ജന്മത്തിൽ എത്തുമ്പോൾ തുളസി ഭൂമിയിൽ ഒരു ചെടിയായിട്ടാണ്, സസ്യമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗണപതി ഭഗവാൻ തുളസിയോടായിട്ട് പറഞ്ഞിരുന്നു, നിന്നെ എല്ലാ തരത്തിലും മാനിക്കുന്ന തരത്തിലെ ഭൂമിയിലെ എൻ്റെ പൂജകൾക്കൊഴികെ നീ എനിക്ക് വർജ്യമാണ്. അതുകൊണ്ട് എൻ്റെ പൂജകൾക്കൊഴികെ മറ്റുള്ള എല്ലാ പൂജകൾക്കും നിന്നെ ദൈവത്തിന് പൂജ അർപ്പിക്കാനായിട്ട് നിന്നെ സ്വീകരിക്കുന്നതായിരിക്കും. അപ്പോൾ ജലന്ധരൻ എന്ന അസുരൻ്റെ പത്നിയായി മാറി അതിനുശേഷമുള്ള ആ അടുത്ത ജന്മത്തിലെ തുളസിയുടെ ജീവിതം. അപ്പോഴങ്ങനെ തുളസിക്ക് എല്ലാ മാന്യതയും കിട്ടുന്ന തരത്തിൽ തന്നെ ദൈവപൂജകൾക്ക് തുളസി ഭൂമിയിലെത്തി വീണ്ടും ഒരു സസ്യമായി ജനിച്ചു. അങ്ങനെ തുളസി ചെടി. തുളസിക്കതിർന്നുള്ളിയെടുത്തു കണ്ണൻ ഒരു മാലയ്ക്കായി. അപ്പോൾ കണ്ണന് മാത്രമല്ല മാല അർപ്പിക്കുന്നത് തുളസി ഇല കൊണ്ട്. ഇന്ന് ഗണപതി ഭഗവാൻ ഒഴികെയുള്ള എല്ലാ ദേവിമാർക്കുമൊക്കെ നമ്മൾ തുളസി ഇല കൊണ്ട് പൂജ അർപ്പിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ തുളസി ഇലയോട് പ്രാധാന്യമുള്ളത് മഹാവിഷ്ണുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തുളസിയില. ശ്രീകൃഷ്ണ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് തുളസിയില. അപ്പോൾ ഇവർക്കൊക്കെ ഇത്രയധികം ഇഷ്ടം, ആ ഒരു ഇഷ്ടം യഥാർത്ഥത്തിൽ കൽപ്പിച്ചു കൊടുത്തതും നമ്മുടെ ഗണപതി ഭഗവാനാണ്. അപ്പോഴും പറഞ്ഞിരുന്നു, എനിക്ക് ഒഴികെ മറ്റു ദൈവങ്ങൾക്കെല്ലാവർക്കും തുളസി ഇല കൊണ്ട് പൂജ സമർപ്പിക്കാനായിരിക്കും നിൻ്റെ വിധി. മറിച്ച് നീ എനിക്ക് വർജ്യയായതുകൊണ്ട് തന്നെ, ഞാൻ നിന്നെ വിവാഹം കഴിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നീ എൻ്റെ പൂജയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നതുമായിരിക്കും. അതേപോലെ തിരിച്ച് തുളസി നമ്മുടെ ഭഗവാനെ ശപിച്ചിരുന്നു, എന്നെ വിവാഹം കഴിച്ചില്ല എങ്കിൽ പോലും നിങ്ങൾ വിവാഹിതനാകുന്നതാണ് എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അങ്ങനെയാണ് പിന്നീട് ഗണപതി ഭഗവാൻ നിത്യബ്രഹ്മചാരി എന്നുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും മാറുകയും ഗണപതി ഭഗവാൻ പിന്നീട് ബുദ്ധി, സിദ്ധി എന്നീ രണ്ട് അതിശിവസുന്ദരികളായ യുവതികളെ വിവാഹം കഴിച്ച് ആ ജ്ഞാനത്തിൻ്റെ കൂട്ടുകൂടി ഗണപതി ഭഗവാൻ പിന്നീട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അപ്രകാരം ദൈവപൂജകൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഒരു ചെടിയായി തുളസി നമ്മുടെ ഭൂമിയിലേക്ക് വന്നതിൻ്റെ കഥ ഇതാണ്. എന്നാൽ തുളസിയെ ഗണപതി ഭഗവാന്റെ പൂജയ്ക്ക് മാത്രം എടുക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു സോ മച്ച്.